സുഹൃത്തുക്കളെ, ഇതാണ് അസോള. ഇതൊരു പായലാട്ടോ. ഈ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ വളർന്നു വരുന്ന പുതിയൊരു പായലായത്. ഇത് നമ്മൾ കോഴിക്കും താറാവിനും പശുക്കൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളൊരു തീറ്റയാട്ടോ. ഈ പുല്ലിനെയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പുല്ലിനെ ഈ സസ്യങ്ങളെക്കാളും പുല്ലുകളെക്കാളൊക്കെ 40% പ്രോട്ടീൻ കണ്ടന്റ് അസോളയിൽ കൂടുതലായിട്ടെന്താ പറയുന്നത്. നമ്മളിത് കോഴികൾക്കാട്ടോ ഈ അസോള കൊടുക്കുന്നത്. കോഴികൾക്ക് അസോള കൊടുത്താൽ കോഴികൾ ഇടുന്ന മുട്ടയ്ക്ക് നല്ല വലിപ്പം വെക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഈ പലരും കോഴികൾക്ക് ഈ ചെറുപയറും എല്ലാം പൊളിച്ച് കൊടുക്കുന്നൊരു പരിപാടി കേട്ടിട്ടുണ്ട്, മുട്ടയ്ക്ക് വലിപ്പമില്ലാണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ ഒരു അസോള കൃഷി ചെയ്ത് അസോള എടുത്ത് കോഴിക്ക് കൊടുക്കുന്നതാട്ടോ. കാരണം ചെറുപയറിനൊക്കെയുള്ള വിലകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ കൾച്ചറിൻ്റെ മാത്രം പൈസയിൽ നിങ്ങൾക്ക് അസോള നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഒരടി ഹൈറ്റുള്ള ഒരു കുളം ഉണ്ടാക്കോട്ടോ ആദ്യം ചെയ്യുന്നത്. ഒരടിയില്ല, ഒരു 10 ഇഞ്ചൊക്കെ മാക്സിമം ഹൈറ്റ് മതി. നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് അത്യാവശ്യം ചോരാത്ത രീതിയിൽ നമ്മളൊരു കുളം ഉണ്ടാക്കിയാൽ എൻ്റെ കൈയുടെ വലുപ്പത്തിലാണ് ഈ കുളത്തിൻ്റെ ഹൈറ്റ് ആവുകയുള്ളൂ. ഒരു കൈപ്പത്തിയുടെ വലുപ്പമുള്ളൂ ഈ കുളത്തിൻ്റെ ഹൈറ്റ്. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലിട്ടോ ചെയ്യുന്നത്. അപ്പം പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല കമ്പോസ്റ്റ് പോലെയായ കോഴികളും നമ്മളൊരു 1-2 ചാക്ക് ഇതിൻ്റെ അകത്തോട്ട് ആദ്യം നമ്മൾ ഈ കുളത്തിലോട്ട് പൊട്ടിച്ചിട്ടു. പിന്നെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ കോഴികളോ കേട്ടോ. അതിനുശേഷം നമ്മൾ അത്യാവശ്യം മണ്ണായിട്ട് മറ്റു ഈ കുളത്തിൻ്റെ വലിപ്പത്തിൽ, അത് ഇത് ഏകദേശം ഒരു 10 വലിപ്പമുള്ള കുളമാണ്, 10 വലിപ്പമുള്ളൊരു കുളമാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ഇതിൻ്റെ അകത്തൊരു 6-7 കൊട്ട മണ്ണാട്ടോ ഇട്ടിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല കറുത്ത മണ്ണാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റേതായ വളക്കൂറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടട്ടെ ഓർത്തിട്ടാണ് നമ്മൾ ഈ മണ്ണ് ഇട്ടിരിക്കുന്നത്. അപ്പം തുടക്കത്തിൽ നമ്മൾ ആകെ ഇത് 2 ഇടുന്നുള്ളൂ. ചിലരൊക്കെ ഈ രാജാബോസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. 1 സ്പൂൺ 2 സ്പൂണൊക്കെ നമ്മുടെ പാറപ്പൊടിയില്ലേ രാജാബോസ് വളം അതൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അത്ര വരെ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ദിവസം നമ്മൾ തീരെ, അതായത് നമ്മുടെ ഈ കോഴിവളത്തിൻ്റെ മണ്ണിൻ്റെ ആ ലെവൽ ജസ്റ്റ് അതിനൊക്കെ പൊടിക്ക് ഒരു 1 ഇഞ്ചും കൂടി ഹൈറ്റിലെ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റാർട്ടർ കൾച്ചറായിട്ട് അന്ന് തന്നെ അസോള ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് മൊത്തം കലക്കിയായിരുന്നു, ഇതൊന്ന് മിക്സ് ചെയ്തായിരുന്നു. ഈ കോഴിവളവും ഈ മണ്ണും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തായിരുന്നു. നമുക്ക് ചെറിയ വെള്ളത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ഇട്ടു. അത് കഴിഞ്ഞ് വേറെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മഴക്കാലമായിരുന്നു. മഴ വരുമ്പോൾ വെള്ളം നിറഞ്ഞു പോകാതിരിക്കുക ശ്രദ്ധിക്കണം. കാരണം വെള്ളം നിറഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മൾ ഈ കുറച്ച് മിക്സ് ചെയ്ത പ്രോട്ടീനും, അതായത് ഈ അസോളയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കണ്ടന്റ് ഒഴുകിപ്പോവും. പിന്നെ നമ്മൾ അസോളയ്ക്ക് ഒരു കരുത്ത് കാണൂല. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇങ്ങനെ കിട്ടി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഇതാട്ടോ കാണുന്നത്. അസോള നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഒരാഴ്ചയും കൂടി കഴിയുമ്പോഴത്തേനും ഈ അസോള കുളം ഫുള്ളായി കഴിയുമ്പോഴത്തേനും ഇത് നല്ല കട്ടി വെക്കും കേട്ടോ. ഇപ്പം ഫുള്ളാവുന്ന ഒരു വലിയ കട്ടി നമുക്ക് തോന്നൂല. അതുപോലെ കട്ടി വെച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും കുറച്ചുകൂടി ഈ ചാണകം വെള്ളത്തിൽ കലക്കി അതിൻ്റെ സ്ലറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല ഉഷാറായിട്ട് അസോള വരും. പിന്നെ നമുക്കിത് ഓരോ ദിവസവും ഇത്തിരി വീതം കോഴിക്കോ അല്ലെങ്കിൽ പശുക്കൾക്കോ ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ പിന്നീട് റിപ്പീറ്റ് ആയിക്കോളും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ഈ അസോളനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഈ അസോളക്കകത്ത് ഡെക്ക് വീട് എന്ന് പറഞ്ഞൊരു പായൽ കയറിയിട്ടുണ്ട്. ഈ ഡെക്ക് വീട് എന്ന് പറഞ്ഞൊരു പായൽ വന്നാൽ പിന്നെ ഈ അസോള ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാൽ നല്ല അസോളയുടെ കൾച്ചർ മൊത്തം പോകും. അപ്പം നമ്മുടെയിലുള്ള ഈ അസോളക്കകത്ത് ഒറ്റ ഡെക്ക് വീടില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും നമ്മുടെ അസോള നമ്മളൊരു ഷെയ്ഡിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഒരു ഷെയ്ഡിനെറ്റിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോഴാണ് ഡെക്ക് വീട് ഉണ്ടാവുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കത് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അസോള വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിത് കേരളത്തിൽ എവിടെ ഇപ്പം അയച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളെ നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഇതിന് റിപ്ലൈ വരുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. നമുക്കറിയാവുന്ന രീതിയിൽ ഞങ്ങളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അസോള വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും കേരളത്തിലെ എവിടെ എത്തിച്ചു തരുന്നതാണ്.